ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ ഇന്നലെ വരെയുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. ഇന്നലത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസ്, അതുപോലെ മിനിഞ്ഞാന്ന് ക്ലാസ് എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ വിട്ടുപോയിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ഞാൻ ഡിസ്കസ് ചെയ്യും ഈ ക്ലാസ്സിലൂടെ. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കോമ്പറ്റേറ്റീവ് എക്സാംസിന് പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും അതേപോലെ ഫാമിലി മെമ്പേഴ്സ് ആരൊക്കെ ആയാലും തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കപ്പോൾ ലെസണിലേക്ക് കിടക്കാം. ഫസ്റ്റ് ന്യൂസ്: ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഡെവലപ്സ് ആൻ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഫോർ നോൺ ഇലക്ട്രിക് കൂളിംഗ് ക്യാബിനറ്റ് മെയ്ഡ് ഓഫ് ക്ലേ. അപ്പോൾ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് BIS നാഷണൽ സ്റ്റാൻഡേർഡ്സ് ബോഡി ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഫോർ നോൺ ഇലക്ട്രിക് കൂളിംഗ് ക്യാബിനറ്റ് മെയ്ഡ് ഓഫ് ക്ലേ. അപ്പോൾ നോൺ ഇലക്ട്രിക് കൂളിംഗ് ക്യാബിനറ്റ് മെയ്ഡ് ഓഫ് ക്ലേ ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ് നോൺ ഇലക്ട്രിക് കൂളിംഗ് ക്യാബിനറ്റ് മെയ്ഡ് ഓഫ് ക്ലേ. So named as a Mythicool refrigerator, Sri Mansukh Bhai Prajapati from Gujarat is the innovator behind the refrigerator, which projects an eco-friendly technology. അപ്പോൾ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് നോൺ ഇലക്ട്രിക് കൂളിംഗ് ക്യാബിനറ്റ് മെയ്ഡ് ഓഫ് ക്ലേ. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. Dr. Jayashankar and Shri Anurag Thakur inaugurate a first ever SAI squash courts at the Major Dhyanchand Stadium. അപ്പോൾ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററായ ഡോക്ടർ എസ് ജയശങ്കർ അതേപോലെ സ്പോർട്സ് മിനിസ്റ്ററായ അനുരാഗ് സിംഗ് താക്കൂർ ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ് സ്ക്വാഷ് കോർട്സ് അറ്റ് ദ മേജർ ധ്യാൻചന്ദ് സ്റ്റേഡിയം ഇൻ ന്യൂഡൽഹിയിലത്തെ മേജർ ധ്യാൻചന്ദ് സ്റ്റേഡിയത്തിലാണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്, സ്ക്വാഷ് കോർട്സ്. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. വേൾഡ്സ് ബിഗ്ഗസ്റ്റ് പ്ലാന്റ് ഡിസ്കവേർഡ് ഓഫ് ഓസ്ട്രേലിയൻ കോസ്റ്റ്. അപ്പോൾ വേൾഡിലത്തെ ബിഗ്ഗസ്റ്റ് പ്ലാന്റ് ഡിസ്കവർ ചെയ്തിരിക്കുകയാണ് ഓസ്ട്രേലിയൻ കോസ്റ്റിൽ. ഇത് നമുക്ക് വായിച്ചു നോക്കാം. ദ ലാർജസ്റ്റ് നോൺ പ്ലാന്റ് ഓൺ എർത്ത്, എ സീഗ്രാസ് റഫ്ലി 3 times the size of Manhattan, has been discovered off the coast of Australia. Using genetic testing, scientists have determined a large underwater meadow in Western Australia. In fact, one plant. It is believed to have spread from a single seed over at least 4,500 years. Seagrass covers about 200 square kilometers. The team stumbled upon the discovery by accident at a Shark Bay. അപ്പോൾ വേൾഡ്സ് ബിഗ്ഗസ്റ്റ് പ്ലാന്റ് ഡിസ്കവർ ചെയ്തിരിക്കുകയാണ് ഓസ്ട്രേലിയൻ കോസ്റ്റിൽ. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. Prime Minister Narendra Modi inaugurated Jagat Guru Sri Sant Tukaram Maharaj Sheela Mandir at Dehu in Pune. അപ്പോൾ ദേഹു ഇൻ പൂനെയിൽ വെച്ചിട്ട് ശ്രീശാന്ത് തുക്കാറാം മഹാരാജ് ശിലാ മന്ദിർ ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. അപ്പോൾ ഇത് നിങ്ങൾക്ക് വായിച്ചു നോക്കാം, ഇൻഫർമേഷൻ പർപ്പസിന് കൊടുത്തിരിക്കുകയാണ്, വായിക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. India's life expectancy at birth grows by 2 years to 69.7 in 2015 to 19, still below global average of 72.6. അപ്പോൾ ഇന്ത്യയുടെ ലൈഫ് എക്സ്പെക്റ്റൻസി അറ്റ് ബർത്ത് ഗ്രോ ചെയ്തിരിക്കുകയാണ് 2 വർഷം, അതായത് 69.7 ആയിട്ട് ഗ്രോ ചെയ്തിരിക്കുകയാണ്. വേൾഡിൻ്റെ ഗ്ലോബൽ ആവറേജ് എടുത്ത് നോക്കിയാൽ 72.6 ആണ്. അപ്പോൾ അതിനേക്കാട്ടിലും 3 യൂണിറ്റ്, അപ്രോക്സിമേറ്റ്ലി 3 യൂണിറ്റ്സ് കുറവാണ്. അപ്പോൾ ലൈഫ് എക്സ്പെക്റ്റൻസി, ഇന്ത്യസ് ലൈഫ് എക്സ്പെക്റ്റൻസി അറ്റ് ബർത്ത് ഹാസ് ഇൻക്രീസ്ഡ് അപ് ടു 69.7 ഇൻ ദ 2015-19 പീരീഡ്. ഡാറ്റ ഫ്രം ദ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം ഷോസ് ഇറ്റ് ഹാസ് ടേക്കൺ ഓൾമോസ്റ്റ് 10 years to add 2 years to life expectancy and is still well below the global average of 72.6. Odisha has had the highest increase of over 24 years from 45.7 to 69.8 years, followed by Tamil Nadu. അപ്പോൾ ഇന്ത്യയുടെ ലൈഫ് എക്സ്പെക്റ്റൻസി ബർത്ത് ഗ്രോ ചെയ്തിരിക്കുകയാണ് 2 years കൂടിയിട്ട് 69.7 ആയിരിക്കുകയാണ്. എന്നാലും വേൾഡിൻ്റെ ആവറേജിനെക്കാട്ടിലും 3 യൂണിറ്റ് കുറവാണ്. നമുക്കപ്പോൾ നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഷിപ്പ് റോക്കറ്റ് അക്വയേഴ്സ് മെജോറിറ്റി സ്റ്റേക്ക് ഇൻ റൈവൽ പിക്കർ ഫോർ റഫ്ലി $200 million.
അപ്പോൾ $200 million ഷിപ്പ് റോക്കറ്റ് മജോറിറ്റി സ്റ്റേക്കർ പിക്കറിൻ്റെ മജോറിറ്റി സ്റ്റേക്ക് ഷെയറും ബൈ ചെയ്തിരിക്കുകയാണ്. ഷിപ്പ് റോക്കറ്റാണിത് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിക്കർ എന്ന് പറയുന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്തത് 2018 ആണ്. ഷിപ്പറിൻ്റെ ഫൗണ്ടർ ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് സാഹിൽ ഗോയലാണ്. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ക്യാഷ് ഇ ലോഞ്ചസ് ഇൻസ്റ്റൻറ്റ് ക്രെഡിറ്റ് ലൈൻ ഓൺ വാട്സപ്പ്. അപ്പോൾ ക്യാഷ് ഇ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഇൻസ്റ്റൻറ്റ് ക്രെഡിറ്റ് ലൈൻ. വാട്സപ്പിൽ ഇൻസ്റ്റൻറ്റ് ക്രെഡിറ്റ് ലൈൻ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ക്യാഷ് ഇ. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. Financial wellness platform Cash E launched an industry-first credit line service using its artificial intelligence-powered chat capability on WhatsApp to provide customers with fast, seamless, and convenient way to access instant credit line by merely typing their name. അപ്പോൾ ക്രെഡിറ്റ് ലൈൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാഷ് ഇ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഇൻസ്റ്റൻറ്റ് ക്രെഡിറ്റ് ലൈൻ ഓൺ വാട്സപ്പിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ന്യൂസ്. ഇന്ത്യ, ഇസ്രായേൽ, UAE ആൻഡ് US ഫോം ന്യൂ I2U2 ഗ്രൂപ്പിംഗ് ഫസ്റ്റ് സമ്മിറ്റ് നെക്സ്റ്റ് മന്ത്. അപ്പോൾ I2U2 എന്ന് വെച്ച് കഴിഞ്ഞാൽ I വെച്ചിട്ടുള്ള 2 രാജ്യങ്ങൾ ഇന്ത്യ, ഇസ്രായേൽ, U വെച്ചിട്ടുള്ള 2 രാജ്യങ്ങൾ UAE, US. അപ്പോൾ ഈ 4 രാജ്യങ്ങൾ ചേർന്നിട്ട് ഒരു സമ്മിറ്റ് നടക്കാൻ പോവുകയാണ്. പുതിയൊരു ഗ്രൂപ്പിംഗ് ആണിത്, I2U2 എന്ന് പറയുന്ന ഗ്രൂപ്പിംഗ്. അപ്പോൾ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി, US പ്രസിഡന്റ് ജോ ബൈഡൻ, ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ നഫ്താലി ബെന്നറ്റ്, അതേപോലെ UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായദ് അൽ നഹ്യാൻ ഈ ഒരു അറ്റൻഡ് ചെയ്യും. ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് വിർച്വൽ സമ്മിറ്റിൽ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ് നെക്സ്റ്റ് മന്ത്. സോ ഡിസ്കഷൻസ് ഓഫ് ഫുഡ് സെക്യൂരിറ്റി ക്രൈസിസ് ആൻഡ് അതർ ഏരിയാസ് ഓഫ് കോപ്പറേഷൻ. അപ്പോൾ ഫുഡ് സെക്യൂരിറ്റി ക്രൈസിസും അതേപോലെ അതർ ഏരിയാസ് ഓഫ് കോപ്പറേഷനുമാണ് ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെയിൻ കാര്യങ്ങൾ. അപ്പോൾ ഈ വിർച്വൽ സമ്മിറ്റ് ഓഫ് 4 കൺട്രീസ് 13 ജൂലൈ മുതൽ 16 ജൂലൈ വരെ നീണ്ടു നിൽക്കും. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യാസ് ടെക് പ്രൊഫിഷ്യൻസി സ്കിൽ ഇംപ്രൂവ്സ് ബട്ട് ലാഗ്സ് ഇൻ ഡാറ്റാ സയൻസ്, കോഴ്സെറ. അപ്പോൾ ഇന്ത്യയുടെ ടെക് പ്രൊഫിഷ്യൻസി സ്കിൽ ഇംപ്രൂവ് ചെയ്തു, അതേപോലെ ഡാറ്റാ സയൻസിൽ ലാഗിങ് ബിഹൈൻഡ് ആണ്. കോഴ്സെറ ലേറ്റസ്റ്റ് ഗ്ലോബൽ സ്കിൽസ് റിപ്പോർട്ടാണ് അത് റിവീൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. Coursera's latest Global Skills Report 2022 revealed that in terms of overall skills proficiency, India has slipped 4 places to be ranked at 68th position globally. In Asia, India stands at 19th position. അപ്പോൾ ഏഷ്യയിൽ ഇന്ത്യ സ്റ്റാൻഡ് ചെയ്യുന്നത് 19th പൊസിഷനിലാണ്. India's technology proficiency levels increased from 38 to 46%. ടെക്നോളജി പ്രൊഫിഷ്യൻസി ഇൻക്രീസ് ചെയ്തത് 38ൽ നിന്നും 46%ലേക്കാണ്. പിന്നെ അതേപോലെ പ്രൊഫിഷ്യൻസി ഇൻ ഡാറ്റ സയൻസ് 38ൽ നിന്നും 26ലേക്ക് ആയിരിക്കുകയാണ് 2022 ആയപ്പോഴേക്കും. അപ്പോൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഈസ് ഇന്ത്യ സ്ട്രോങ്ങസ്റ്റ് സ്കിൽ ആസ് പെർ ദ റിപ്പോർട്ട്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആണ് ഇന്ത്യയുടെ സ്ട്രോങ്ങസ്റ്റ് സ്കിൽ. ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്ട്രോങ്ങസ്റ്റ് സ്കില്ല് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആണ്. നെക്സ്റ്റ് ന്യൂസ്. കാനറ HSBC ലൈഫ് റീബ്രാൻഡ്സ് ഡ്യൂ ടു പഞ്ചാബ് നാഷണൽ ബാങ്ക് എക്സിറ്റ്. അപ്പോൾ കാനറ അതേപോലെ HSBC ഓറിയൻ്റൽ ബാങ്ക് ഓഫ് കോമേഴ്സ് ഹാസ് നെയിംഡ് ഇറ്റ്സെൽഫ് ആസ് കാനറ HSBC. അപ്പോൾ കാനറ HSBC എന്ന പേരിലേക്ക് മാറിയിരിക്കുകയാണ്. HSBC ലൈഫ് ഫോളോയിങ് ഇറ്റ്സ് തേർഡ് പാർട്ട്ണർ PNB's ഡിസിഷൻ ടു എക്സിറ്റ്. അപ്പോൾ PNB പഞ്ചാബ് നാഷണൽ ബാങ്ക് ഈ ഒരു പാർട്ട്ണർഷിപ്പിൽ നിന്നും എക്സിറ്റ് ചെയ്ത കാരണം കൊണ്ട് കാനറ HSBC OBC ലൈഫിൻ്റെ പേര് കാനറ HSBC എന്ന് മാത്രമായിട്ട് മാറ്റിയിരിക്കുകയാണ്. PNB കാനറ HSBC PNB എന്നുള്ള പേര് മാറിയിട്ട് വെറും കാനറ HSBC ആയി മാറിയിരിക്കുകയാണ്. ബിക്കോസ് പഞ്ചാബ് നാഷണൽ ബാങ്ക് അതിൽ എക്സിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കറൻ്റ്ലി കാനറ ബാങ്ക് ഹോൾഡ്സ് 51% ഇൻ ദ ഇൻഷുറൻസ് ആം. HSBC holds 26% and PNB holds 23%. With the PNB exiting, the stake is likely to be acquired by existing shareholders. Canara HSBC Life MD Anuj Mathur. അപ്പോൾ അനുജ് മാത്തൂറാണ് കാനറ HSBC ലൈഫ് MD. നെക്സ്റ്റ് ന്യൂസ്. ഹരിയാന ഇസ്രായേൽ സൈൻ പാക്ട് ഓൺ വാട്ടർ കോർപ്പറേഷൻ. അപ്പോൾ ഹരിയാനയും ഇസ്രായേലും സൈൻ ചെയ്തിരിക്കുകയാണ് ഒരു എഗ്രിമെൻറ്റ് വാട്ടർ കോർപ്പറേഷൻ്റെ പേരിലാണ്. സോ നിങ്ങൾക്കത് വായിച്ച് നോക്കാം, അതിൻ്റെ ഡീറ്റെയിൽഡ് ന്യൂസാണ്. സോ ഹരിയാനയും ഇസ്രായേലും സൈൻ ചെയ്തിരിക്കുകയാണ് വാട്ടർ കോർപ്പറേഷൻ്റെ
പേരിലാണ് ഈ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. മൈക്രോസോഫ്റ്റ് ഷട്ട്സ് ഡൗൺ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ആഫ്റ്റർ 27 ഇയേഴ്സ്. അപ്പോൾ ഈ ലാപ്ടോപ്പ് ഡെസ്ക്ടോപ്പൊക്കെ യൂസ് ചെയ്യുന്ന വിൻഡോസ് സിസ്റ്റം യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ എന്താണെന്ന്. അതൊരു വെബ് ബ്രൗസറാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പറേഷൻ ഷട്ട് ഡൗൺ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി തൊട്ടിട്ട് മൈക്രോസോഫ്റ്റ് ഈ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ സർവീസ് പ്രൊവൈഡ് ചെയ്യില്ല. ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ഫ്രം ജൂൺ 15 മുതൽ, അതായത് അതിൻ്റെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോററിൻ്റെ ഓപ്പറേഷൻസ് സർവീസ്. സോ 27 ഇയേഴ്സ്, 27 കൊല്ലമായി അതിൻ്റെ തുടങ്ങിയിട്ട് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ. അപ്പോൾ 27 വർഷം കഴിഞ്ഞപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് മൈക്രോസോഫ്റ്റ്. നെക്സ്റ്റ് ന്യൂസ്. ഇന്ത്യ ആഡഡ് തേർഡ് ഹയസ്റ്റ് റിന്യൂവബിൾ പവർ കപ്പാസിറ്റി ഇൻ 2021 ആഫ്റ്റർ ചൈന, അക്കോർഡിംഗ് ടു US റിപ്പോർട്ട്. ഒരു US റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ തേർഡ് ഹയസ്റ്റ് റിന്യൂവബിൾ പവർ കപ്പാസിറ്റി ആഡ് ചെയ്തിരിക്കുകയാണ് ആഫ്റ്റർ ചൈനയ്ക്ക് ശേഷം ഇന്ത്യയാണ് ഇത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യ ആഡഡ് അറൗണ്ട് 15.4 gigawatts of renewable power capacity in 2021, the highest after China 136 gigawatts and the United States 43 gigawatts, according to a global status report released. അപ്പോൾ ഇന്ത്യ റാങ്ക്ഡ് 4th in the world for total solar energy installations. അപ്പോൾ ടോട്ടൽ സോളാർ എനർജി ഇൻസ്റ്റലേഷൻസിൽ ഇന്ത്യ 4th in the വേൾഡ് ആണ്. 60.4 gigawatt എനർജിയാണ് ഇന്ത്യ ടോട്ടലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യ ജപ്പാൻ ഹോൾഡ് ഫസ്റ്റ് ഫിനാൻസ് ഡയലോഗ് ഇൻ ന്യൂഡൽഹി. അപ്പോൾ ഇന്ത്യയും ജപ്പാനും ഫസ്റ്റ് ഫിനാൻസ് ഡയലോഗ് ഹോൾഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് ന്യൂഡൽഹിയിൽ വെച്ച്. അപ്പോൾ ഇന്ത്യ മിസ്റ്റർ മസാട്ടോ കാണ്ട, വൈസ് മിനിസ്റ്റർ ഓഫ് ഫിനാൻസ് ഫോർ ഇൻ്റർനാഷണൽ അഫയേഴ്സ് ജപ്പാൻ, ആൻഡ് മിസ്റ്റർ അജയ് സേത്ത്, സെക്രട്ടറി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, ഹെൽഡ് ദ ഫസ്റ്റ് ഇന്ത്യ ജപ്പാൻ ഫിനാൻസ് ഡയലോഗ് ഇൻ ന്യൂഡൽഹി. അപ്പോൾ അവരാണ് ഫസ്റ്റ് ഇന്ത്യ ജപ്പാൻ ഫിനാൻസ് മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് ഹെൽഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. IRDA, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, കട്ട്സ് സോൾവൻസി മാർജിൻ ഫോർ ക്രോപ്പ് ഇൻഷുറേഴ്സ്. അപ്പോൾ ക്രോപ്പ് ഇൻഷുറേഴ്സിന് വേണ്ടിയിട്ട് IRDA സോൾവൻസി മാർജിൻ കട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് വായിച്ചു നോക്കാം. ഇൻഷുറൻസ് റെഗുലേറ്ററി ബോഡിയായ IRDA reduced the solvency margin requirement for general insurers providing crop insurance, a decision expected to unlock 1,400 crore of funds for them to undertake more business. അപ്പോൾ IRDA സോൾവൻസി മാർജിൻ കട്ട് ചെയ്തിരിക്കുകയാണ് ക്രോപ്പ് ഇൻഷുറൻസിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് ന്യൂസ്. RBI ലിഫ്റ്റ്സ് റെസ്ട്രിക്ഷൻസ് ഓൺ മാസ്റ്റർ കാർഡ് ഓവർ ഓൺബോർഡിംഗ് ന്യൂ കസ്റ്റമേഴ്സ്. അപ്പോൾ RBI റെസ്ട്രിക്ഷൻസ് എടുത്ത് മാറ്റിയിരിക്കുകയാണ്. മാസ്റ്റർ കാർഡിൻ്റെ മേൽ ചുമത്തിയിരുന്ന റെസ്ട്രിക്ഷൻസ് മാറ്റിയിരിക്കുകയാണ് ന്യൂ കസ്റ്റമേഴ്സിനെ ഓൺബോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ന്യൂ കസ്റ്റമേഴ്സിനെ ഓൺബോർഡ് ചെയ്യുമ്പോൾ കുറച്ച് റെസ്ട്രിക്ഷൻസ് മാസ്റ്റർ കാർഡിന് ഉണ്ടായിരുന്നു, RBI നൽകിയിരുന്നു. ഇപ്പോൾ ആ റെസ്ട്രിക്ഷൻസ് എടുത്ത് മാറ്റിയിരിക്കുകയാണ്. നെക്സ്റ്റ് ന്യൂസ്. US സെൻട്രൽ ബാങ്ക് അനൗൺസസ് ഇറ്റ്സ് ബിഗ്ഗസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് റൈസ് ഇൻ നിയർലി 30 years ടു റെയിൻ ഇൻ റൈസിങ് ഇൻഫ്ലേഷൻ. അപ്പോൾ US സെൻട്രൽ ബാങ്ക് അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഇറ്റ്സ് ബിഗ്ഗസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് റൈസ് ഇൻ നിയർലി 30 years ടു റെയിൻ ഇൻ റൈസിങ് ഇൻഫ്ലേഷൻ. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. US സെൻട്രൽ ബാങ്ക് ഹാസ് അനൗൺസ്ഡ് ഇറ്റ്സ് ബിഗ്ഗസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് റൈസ് in nearly 30 years to rein in surging inflation. The Federal Reserve said it would increase its benchmark rate by 3/4 of a percentage point to a range of 1.5% to 1.75%. It is the largest hike since 1994. അപ്പോൾ US സെൻട്രൽ ബാങ്ക് അതായത് ഫെഡറൽ റിസർവ് അനൗൺസ് ചെയ്തിരിക്കുകയാണ് ബിഗ്ഗസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് റൈസ് ഇൻ നിയർലി 30 years to rein in rising inflation. അപ്പോൾ ഇൻഫ്ലേഷൻ റൈസ് ചെയ്യുന്നുണ്ട്. സോ ബിഗ്ഗസ്റ്റ് ഇൻഫ്ലേഷൻ റേറ്റ് ആണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ 1.1 minute. Its benchmark rate by 3/4 of a percentage point to a range of 1.5% to 1.75%. അത്രയും വർധനവ് ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ ഈ വർഷത്തിൽ. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. Creditors will now need to file info about defaults as Insolvency Bankruptcy Board of India amends rules.
അപ്പോൾ ഒരു ഭേദഗതി വരുത്തിയിരിക്കുകയാണ്. ക്രെഡിറ്റേഴ്സിനെ ഇനി ഫയൽ ചെയ്യേണ്ടി വരും. അബൌട്ട് ഡിഫോൾട്ട്സ് ആസ് ഇൻസോൾവൻസി ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ അമെൻഡ് റൂൾസ്. ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ IBBI റൂൾസ് കുറച്ച് ഭേദഗതി വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ക്രെഡിറ്റേഴ്സിനെ ഇനി ഫയൽ ചെയ്യേണ്ടി വരും ഇൻഫോർമേഷൻ, ഡിഫോൾട്ടിൻ്റെ കാരണം രേഖപ്പെടുത്തേണ്ടി വരും. സോ അതാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് വായിച്ച് നോക്കാം. IBBI amended insolvency regulations which now require creditors to file information regarding the assets and liabilities of their corporate debtors along with other relevant financial information while initiating a corporate insolvency process. അപ്പോൾ ഇതാണ് എന്ന് നിങ്ങൾക്ക് വായിച്ച് നോക്കാം. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഈജിപ്റ്റ് ഹോസ്റ്റ് 8th ഗ്ലോബൽ കോൺഫറൻസ് ഓഫ് യങ് പാർലമെൻറ്റേറിയൻസ് ഇൻ ഷർം എൽ ഷെയ്ഖ്. അപ്പോൾ ഈജിപ്റ്റ് ഹോസ്റ്റ് ചെയ്തിരിക്കുകയാണ് 8th ഗ്ലോബൽ കോൺഫറൻസ് ഓൺ യങ് പാർലമെൻറ്റേറിയൻസ്. ഷർം എൽ ഷെയ്ഖിൽ വെച്ചാണ് അത് നടത്തിയത്. അപ്പോൾ ഈജിപ്റ്റ് ഹോസ്റ്റഡ് ദ 8th ഗ്ലോബൽ കോൺഫറൻസ് ഓഫ് യങ് പാർലമെൻറ്റേറിയൻസ് ഇൻ ഷർം എൽ ഷെയ്ഖ് ടുഡേ. The two-day conference was jointly organized by the House of Representatives as the Inter-Parliamentary Union. Nagaland's first woman elected as a member of parliament to Rajya Sabha as Fangon Konyak is representing India in the conference. അപ്പോൾ ഈജിപ്റ്റ് ഹോസ്റ്റ് ചെയ്യുന്ന 8th എഡിഷൻ ഓഫ് എ ഗ്ലോബൽ കോൺഫറൻസ് ഓഫ് യങ് പാർലമെൻറ്റേറിയൻസ് ഷർം എൽ ഷെയ്ഖിൽ വെച്ച് നടന്നു. അതിന് ഇന്ത്യൻ ഡെലിഗേഷൻ ലീഡ് ചെയ്തത് ഫാങ്കോങ് കോണിയാക്കാണ്. ഫാങ്കോങ് കോണിയാക്ക് ഫസ്റ്റ് വുമൺ മെമ്പർ ഓഫ് പാർലമെൻറ്റ് ടു രാജ്യസഭയാണ്. നാഗാലാൻഡിൻ്റെ ഫസ്റ്റ് വുമൺ ഇലക്റ്റഡ് മെമ്പർ ഓഫ് പാർലമെൻറ്റ് ടു രാജ്യസഭയാണ് ഫാങ്കോൺ കോണിയാക്ക്. നെക്സ്റ്റ് ന്യൂസ്. Union Minister Nitin Gadkari inaugurates Industrial Decarbonization Summit 2022 in New Delhi. അപ്പോൾ യൂണിയൻ മിനിസ്റ്റർ നിതിൻ ഗഡ്കരി ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ് ഇൻഡസ്ട്രിയൽ ഡീകാർബണൈസേഷൻ സമ്മിറ്റ് 2022 ഇൻ ന്യൂഡൽഹി. അപ്പോൾ ഇൻഡസ്ട്രിയൽ ഡീകാർബണൈസേഷൻ സമ്മിറ്റ് 2022 ഇൻ ന്യൂഡൽഹി നടത്തിയിരിക്കുന്നത് യൂണിയൻ മിനിസ്റ്ററായ നിതിൻ ഗഡ്കരിയാണ്. So next news, Migration in India 2020-21 released by the Ministry of Statistics and Program Implementation. അപ്പോൾ മൈഗ്രേഷൻ ഇൻ ഇന്ത്യ 2020-21 റിലീസ് ചെയ്തിരിക്കുകയാണ് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ. അതൊരു റിപ്പോർട്ടാണ്. അത് 2020 ശേഷം ഇപ്പോൾ ആദ്യമായിട്ടാണ് അത് വരുന്നത്. 2022 ജൂലൈ 2022 ജൂൺ 2021. സോ നമുക്ക് ഇത് നിങ്ങൾക്ക് വായിച്ച് നോക്കാം. ഇതിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വായിച്ച് നോക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യ ജംപ് 6 places to 37th റാങ്ക് ഓൺ IMD's ഇൻ്റർനാഷണൽ മോണിറ്ററി IMDയുടെ ഫുൾ ഫോം ഇതിൽ കൊടുത്തിട്ടില്ല. 1 minute. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റിൻ്റെ വേൾഡ് കോമ്പറ്റീറ്റീവ്നെസ് ഇൻഡെക്സിൽ ഡെൻമാർക്ക് ടോപ്പ് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യ 6 places ജമ്പ് ചെയ്തിട്ട് 37th പൊസിഷനിൽ എത്തിയിരിക്കുകയാണ്. 43rd ആണ് ഉണ്ടായിരുന്നത്. ഇന്ത്യ 37th റാങ്കിൽ എത്തിയിരിക്കുകയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റിൻ്റെ കോമ്പറ്റീറ്റീവ്നെസ് ഇൻഡെക്സിലാണ് ഡെൻമാർക്ക് ടോപ്പ് ചെയ്തത്. ഇന്ത്യ 6 places ഗ്രോ ചെയ്തിട്ട് 37th പൊസിഷനിൽ എത്തി നിൽക്കുന്നത്. അപ്പോൾ അതർ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗപ്പൂർ, സ്വീഡൻ, ഹോങ്കോങ് ആണ് 3rd, 4th, 5th പൊസിഷനിൽ. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിൽ കിടക്കാം. അതിന് മുമ്പ് ഇതിൽ 2nd പൊസിഷനിൽ നിൽക്കുന്നത് സ്വിറ്റ്സർലാൻഡാണ്. നെക്സ്റ്റ് ന്യൂസ് ഇമ്പോർട്ടൻറ്റ് ഡേ ആണ്. വേൾഡ് ഡേ ടു കോംബാറ്റ് ഡെസർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രോട്ട്. ജൂൺ 17th ആണ്. അപ്പോൾ ജൂൺ 17th വേൾഡ് ഡേ ടു കോംബാറ്റ് ഡെസർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രോട്ട് ആയിട്ടാണ് ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ ഈ വർഷത്തെ തീമാണ് റൈസിങ് അപ്പ് ഫ്രം ഡ്രോട്ട് ടുഗദർ. അതായത് ഡ്രോട്ടിനെ ഡെസർട്ടിഫിക്കേഷൻ, അതായത് ഒരു സ്ഥലം വേസ്റ്റ് ലാൻഡായി കിടക്കുന്നുണ്ടെങ്കിൽ ഡെസർട്ടിഫിക്കേഷൻ തടയാൻ വേണ്ടിയിട്ട് അതിനെ കൂടുതൽ ഫെർട്ടൈൽ സോയിലായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം, അതേപോലത്തെ അങ്ങനത്തെ കൂടുതൽ കാര്യങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഡേ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ലാൻഡും അങ്ങനെ ഡെസേർട്ടായിട്ട് കൺവേർട്ട് ചെയ്യരുത് എന്ന് ഉള്ള തീരുമാനത്തിലാണ് ഈ ഒരു ഡേ ഒബ്സർവ് ചെയ്യുന്നത്, വേൾഡ് ഡേ ടു കോംബാറ്റ് ഡെസർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രോട്ടായിട്ട്.
സോ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. അതേപോലെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മാക്സിമം പേർക്ക് എത്തിച്ചു കൊടുക്കുക. കൂടുതൽ പേർക്ക്, അതായത് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പഠിക്കുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും എത്തിച്ചു കൊടുക്കുക. സോ നമുക്ക് നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. ബൈ എവ്രി വൺ.